പ്രിയപ്പെട്ടവരെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറയുന്ന കർത്താവിൻ്റെ ഹൃദയത്തിലെ വലിയൊരു വേദനയാണ്, അനേകം ആത്മാക്കൾ, ഞാൻ ഇത്രയേറെ പീഡകൾ സഹിക്കുന്നുവെങ്കിലും വളരെയേറെ ആത്മാക്കൾ നശിച്ചു പോകുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ആത്മാവ് നശിച്ചു പോകുന്നത്? നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവ് നശിക്കുന്നതിൻ്റെ കാരണം ആ ആത്മാവിൻ്റെ പാപമാണ് എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഒരുപക്ഷെ കേട്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഈ കർത്താവിൻ്റെ ഈ വലിയ കാരുണ്യത്തെ ഒരു മനുഷ്യൻ അറിയുന്നില്ലെങ്കിൽ, ആ കർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെടുന്നില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മാവ് നശിച്ചു പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് കാൽവരിയിലേക്ക് ഒന്ന് ചെല്ലാം. കാൽവരിയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവിനെ കാൽവരിയിൽ ക്രൂശിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് രണ്ട് കള്ളന്മാരെ കുരിശ് തറച്ചിരിക്കുകയാണ്. അതിൽ ഇടതുവശത്ത് കിടന്ന കള്ളൻ കർത്താവിനെ നിന്ദിക്കുന്നു, ശപിക്കുന്നു. വലതുവശത്ത് കിടന്ന കള്ളനാവട്ടെ കർത്താവിനോട് ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ലൂക്കാസ് സുവിശേഷം 23:42. കർത്താവെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ കള്ളൻ്റെ ഈ ഒരൊറ്റ നിലവിളിയുടെ മുമ്പിലാണ് കർത്താവ് ഇങ്ങനെ മറുപടി തരുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ടുഡേ യു ഷാൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇതിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, തന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, തൻ്റെ രാജ്യത്തിലേക്ക് അവിടുന്ന് നിന്നെ കൊണ്ടുപോകും. ദൈവത്തിൻ്റെ കരുണയെ അറിയാത്തതും മനസ്സിലാക്കാത്തതും ആ കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെടാത്തതുമാണ് ആത്മാക്കൾ നശിച്ചു പോകുന്നതിൻ്റെ കാരണം. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അരുണാചൽ പ്രദേശിൽ സീറോ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയതാണ്. ഒരു രാത്രിയിലാണ് അവിടേക്ക് യാത്ര ചെയ്യുന്നത്. വലിയ ഒരു കുന്നിൻ്റെ സൈഡിലൂടെയാണ് യാത്ര. അങ്ങനെ കുറേ നേരം യാത്ര ചെയ്ത് രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറോട് പറയുകയാണ്, വണ്ടി ഒന്ന് നിർത്തണം. എന്നിട്ട് അച്ഛൻ എന്നെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്, അവിടെ റോഡ് സൈഡിൽ ഒരു മരം മുറിച്ചിട്ടിരിക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, 2 ആഴ്ച മുമ്പ് അച്ഛൻ്റെ ഇടവകയിൽ ഒരു പെൺകുട്ടി ഈ വഴിയിലൂടെ തൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങാൻ വന്നതാണ്, റോമിങ്ങിന് വന്നതാണ്. റോമിങ് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന വഴിക്ക് അവർ സഞ്ചരിച്ചിരുന്ന ആ ബൈക്കിലേക്ക് അവരുടെ മരം മറിഞ്ഞു വീഴുകയും ഓൺ ദ സ്പോട്ട് ആ ചെറുപ്പക്കാരനും ആ പെൺകുട്ടിയും അവിടെ വെച്ച് മരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഒരു 1/2 സെക്കൻഡ് വൈകിയാണ് ആ മരം വീണിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവർ രക്ഷപ്പെടുമായിരുന്നു. 1/2 സെക്കൻഡ് നേരത്തെയാണെങ്കിലും ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടേനെ. പക്ഷേ എന്നാൽ ഓൺ ദ സ്പോട്ട് അമ്മേ എന്നൊന്ന് വിളിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പേ അവർ മരണത്തിൻ്റെ പിടിയിലമരുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1013 ഇങ്ങനെ പറയുകയാണ്, മരണം മനുഷ്യൻ്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി ജീവിതം നയിക്കുന്നതിനും തൻ്റെ പരമമായ ഭാഗധേയം നിശ്ചയിക്കുന്നതിനുമായി ദൈവം നൽകിയിരിക്കുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെ അവസാനമാണ് മരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവിക പദ്ധതിക്ക് അനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കാനും ദൈവം നൽകിയിരിക്കുന്ന കൃപാവരത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കാനുമായി ദൈവം നൽകിയിരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതകാലം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് അറിയുവാൻ, ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് മനസ്സിലാക്കുവാൻ, ആ ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് തൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ ഉറപ്പിക്കുവാൻ ദൈവം നൽകുന്ന സമയത്തെയാണ് നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറയുക. സഭയുടെ മതബോധന ഗ്രന്ഥം വീണ്ടും പറയുകയാണ്, ഓരോ ദിവസവും അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം അവസാനിക്കും എന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഏത് നിമിഷവും കടന്നു പോകാവുന്നതാണ്.
നമുക്കറിയാമോ, ഒരു മനുഷ്യൻ്റെ മരണസമയത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ഓരോ മനുഷ്യൻ്റെ മരണസമയത്തും നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും അവൻ്റെ ആത്മാവിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവനും അവൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പിശാച് അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ മേൽ അവകാശം പറയുന്ന സമയമാണത്. എണ്ണമറ്റ പാപങ്ങളാണ്, ഘോരമായ പാപങ്ങളുണ്ട്. ഇത് മുഴുവനും ഒരാത്മാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പിശാച് അവൻ്റെ മേൽ അവകാശം പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ഈ മനുഷ്യന് സംഭവിക്കുന്നത്, അവൻ ഭയത്തിന് അടിമപ്പെട്ടു പോകുന്നു, നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു, കുറ്റബോധത്തിന് അടിമപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഭയത്തിന് അടിമപ്പെട്ടു പോകുന്ന ഈ മനുഷ്യൻ, നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യൻ, കുറ്റബോധത്തിന് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യൻ, അവന് ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയുവാൻ, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്തവണ്ണം അവൻ പൂർണ്ണമായിട്ടും അവൻ ശക്തിയറ്റവനായി തീരുകയാണ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ അന്തിമമായ പരീക്ഷ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അന്തിമ പരീക്ഷയുടെ സമയത്ത് ഒരാത്മാവിന് തൻ്റെ ദൃഷ്ടി ദൈവത്തിൻ്റെ കരുണയിൽ ഉറപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അതിനാദ്യമായിട്ട് എന്താണ് ദൈവത്തിൻ്റെ കരുണ എന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ കരുണ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്, നമ്മൾ ധാരാളം സുവിശേഷ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്, ദൈവം കരുണയാണ്, ദൈവം സ്നേഹമാണ്. അങ്ങനെ ഒരു ധ്യാനം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ വചനം കേട്ടതുകൊണ്ട് മാത്രമോ ഒരു മനുഷ്യന് ലഭിക്കുന്ന ആന്തരികമായ അറിവല്ല, അല്ലെങ്കിൽ ആന്തരികമായ ജ്ഞാനമല്ല എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കുന്നവനാണ് എന്നുള്ളത്. ഇൻ സ്പൈറ്റ് ഓഫ് all my sins, still the Lord shows mercy towards me. ഈ പാപങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും. ഇത് വിശ്വസിക്കാൻ ഒരാത്മാവിന് പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഒരു ദൈവീക രഹസ്യമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടരെ സഭയെ അല്ലെങ്കിൽ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ കരുണയെ നിരന്തരം ധ്യാനിക്കണം. ഇത് പറയുന്നത് ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഭയെ നയിക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ച, തെരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ദൈവം സംസാരിക്കുകയാണ്, കർത്താവിൻ്റെ കരുണയെ നമ്മൾ നിരന്തരം ധ്യാനിക്കണം. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കുന്നത്? ദൈവത്തിൻ്റെ കരുണ എന്നത് ഒരു ദൈവീക രഹസ്യമായതുകൊണ്ട് ഈ കരുണയെ ധ്യാനിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നോട് ഒരു സഹായം ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് ആ വ്യക്തിക്ക് ഉത്തമമായൊരു ബോധ്യം ഉണ്ടായിരിക്കണം, ഒരു ശരിയായ ഒരു അറിവുണ്ടായിരിക്കണം. ഞാനൊരു കരുണയുള്ള മനുഷ്യനാണ്, മനസ്സലിവുള്ള ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനോട് ഒരു സഹായം ചോദിച്ചാൽ തീർച്ചയായും ഇദ്ദേഹം എനിക്കിത് ചെയ്തു തരും. ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തി എന്നോട് സഹായം ചോദിക്കാനായിട്ട് തയ്യാറാവുള്ളൂ, ധൈര്യം കാണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എണ്ണമറ്റ പാപങ്ങളുമായി നിൽക്കുന്ന, മരണമണിക്കൂറിൽ നിൽക്കുന്ന ഈ ആത്മാവിന് കർത്താവിൻ്റെ നേരെ തിരിഞ്ഞ് എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഒരു ശരിയായ അറിവ് അവൻ്റെ ജീവിതത്തിലുണ്ടാകണം. ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ പറ്റുക. എത്രത്തോളം നമ്മൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്, അത്രത്തോളം ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാൻ സാധിക്കുകയാണ്, അത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുകയാണ്. സങ്കീർത്തനം പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ദൈവത്തെ ആശ്രയിക്കുന്ന, മരണനിമിഷത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ കരുണയെ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കണം. നമ്മൾ ഓർക്കുകയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ മനസ്സിലാക്കിയ വ്യക്തികളെയും ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കിയ വ്യക്തികളെയും ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കാതെ പോയ വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് ധൂർത്തപുത്രൻ്റെ സംഭവം. ധൂർത്തപുത്രൻ്റെ മൂത്ത ചേട്ടനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മൂത്തപുത്രൻ അപ്പൻ്റെ കൂടെ വസിക്കുന്ന മകനാണ്. അപ്പനെ എല്ലാ കാര്യത്തിലും സഹായിച്ച് അപ്പൻ്റെ ഒപ്പം ജീവിച്ച് അപ്പൻ്റെ ഒപ്പം ഉണ്ടുറങ്ങി ജീവിക്കുന്ന മകൻ. എന്നാൽ ഈ ധൂർത്തപുത്രനെ പിതാവ് വാത്സല്യത്തോടെ കരുണയോടുകൂടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ മൂത്തപുത്രൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ പരാതിയാണ്. എൻ്റെ സുഹൃത്തുക്കളോടും സ്നേഹിതരോടൊപ്പം ഒന്ന് ആഘോഷിക്കാനായിട്ട് ഒരാട്ടിൻ കുഞ്ഞിനെ പോലും എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെതിരെ പിറുപിറുക്കുന്ന ഒരു പുത്രനെയാണ് നമ്മൾ കാണുക. അപ്പൻ്റെ കൂടെ വസിച്ചിട്ടും അപ്പനോടൊപ്പം ജീവിച്ചിട്ടും അപ്പൻ്റെ ഹൃദയത്തിലെ കാരുണ്യം മനസ്സിലാക്കാത്ത മൂത്ത പുത്രൻ ആ വീടിൻ്റെ പുറത്ത്, സ്വർഗരാജ്യത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റൊരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ യൂദാസിൻ്റെയും പത്രോസിൻ്റെയും ജീവിതത്തിൽ കാണുന്നത്. ധൂർത്തപുത്രൻ അപ്പൻ്റെ കാരുണ്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ വീഴ്ച എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യപ്പെട്ട അവസരമായി മാറി എന്നുള്ളതാണ്. കാരണം അപ്പൻ്റെ കരുണയെ ആ പന്നിക്കൂട്ടിൽ വെച്ച് അവൻ ഓർത്തു. അവൻ അപ്പൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ചു. പിന്നീട് അവൻ ഭവനത്തിലേക്ക് നടക്കുമ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ ഓരോ നിമിഷവും അവൻ ധ്യാനിക്കുന്നത് തൻ്റെ അപ്പൻ്റെ കാരുണ്യത്തെയാണ്. ആ അപ്പൻ്റെ കാരുണ്യത്തെ അവൻ ധ്യാനിക്കും തോറും അവന് അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ നടക്കുന്നതിൻ്റെ സ്പീഡ് കൂടുകയാണ്. അവൻ വിശ്വസിക്കുകയാണ്, തീർച്ചയായും എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിക്കില്ല, എൻ്റെ അപ്പൻ എന്നെ തള്ളിക്കളയില്ല, എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കും. ഞാൻ എൻ്റെ അപ്പനോട് പറയും, എന്നെ ഒരു വേലക്കാരനായെങ്കിലും സ്വീകരിക്കണമേ. തൻ്റെ അപ്പൻ താൻ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും തന്നെ സ്വീകരിക്കുമെന്നുള്ള വലിയ ഒരു ഉറപ്പുമായിട്ടാണ് ഈ ധൂർത്തപുത്രൻ നടന്നു നീങ്ങുന്നത് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്. നമ്മൾ വായിക്കുന്നുണ്ട്, ദൂരെ വെച്ച് തന്നെ അപ്പൻ അവനെ കാണുകയാണ്, അവനെ സ്വീകരിക്കുകയാണ്, അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. ഇത് പാപിയായ ഒരു മനുഷ്യൻ, ഈ ധൂർത്തപുത്രൻ പാപിയായ ഒരു മനുഷ്യൻ, അപ്പനെ മറന്ന് ജീവിച്ചവൻ, പാപ വഴികളിൽ ജീവിച്ചവൻ. എന്നാൽ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ കാരുണ്യം അവൻ മനസ്സിലാക്കി. അവൻ അപ്പൻ്റെ കരുണയിലേക്ക് വന്നപ്പോൾ അപ്പൻ അവനെ ഭവനത്തിൽ സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത് യൂദാസ്. 3 വർഷം കർത്താവിനോട് കൂടെ നടന്ന വ്യക്തിയാണ്, കർത്താവിനോട് കൂടെ ഉണ്ടുറങ്ങി ജീവിച്ച വ്യക്തിയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു. അവൻ 30 വെള്ളിക്കാശുകൾക്ക് അവൻ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. അവൻ്റെ മനസ്സിൽ കുറ്റബോധം നിറയുകയാണ്, നിരാശ നിറയുകയാണ്, ഭയം നിറയുകയാണ്. അവൻ ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന്, തൻ്റെ ഗുരുവിൽ നിന്ന് അവൻ ദൂരേക്ക് പോവുകയാണ്. അവന് യേശുവിൻ്റെ ഹൃദയത്തിലെ കാരുണ്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ അതേപോലെ തന്നെ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസാകട്ടെ, അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയാണ്. അവൻ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഇങ്ങനെ പറയുകയാണ്, ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ ഏറ്റവും അർഹതയുള്ളത്. ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ ഏറ്റവും അർഹതയുള്ളത്. ഞാൻ എത്ര വലിയ പാപിയാണോ അത്രത്തോളം എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെന്നും എൻ്റെ ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ ശരണപ്പെടുമ്പോൾ അവിടുന്ന് ഒരു നാളിലും എന്നെ ഉപേക്ഷിക്കുകയില്ലെന്നും തള്ളിക്കളയുകയില്ലെന്നുള്ള ഈ ഒരു വലിയ വിശ്വാസത്തിലേക്ക് ഓരോ മനുഷ്യനും നടന്നു വരണമെന്ന്, ഓരോ മനുഷ്യനും കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെ നിരന്തരം ധ്യാനിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ കരുണയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് കരുണയുടെ സമയമാണ്.
പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്, ദിസ് ഈസ് ദ എറാ ഓഫ് മേഴ്സി. ഇത് കരുണയുടെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ സമയത്താണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ കർത്താവ് വീണ്ടും വിശുദ്ധയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പ്രഭാവപൂർണമായ രണ്ടാമത്തെ ആഗമനം സമാഗതമാകുന്നതിന് മുമ്പ് ലോകം മുഴുവൻ്റെയും മുമ്പിൽ എൻ്റെ കരുണയുടെ കരങ്ങൾ ഞാൻ വിരിച്ചു പിടിക്കും. എൻ്റെ കരുണയുടെ വാതിലിലൂടെ അകത്ത് കടക്കാത്തവൻ നീതിയുടെ വാതിലിലൂടെ അകത്ത് കടക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, എൻ്റെ പ്രഭാവപൂർണമായ രണ്ടാമത്തെ ആഗമനം സമാഗതമാകുന്നതിന് മുമ്പ് ലോകം മുഴുവൻ്റെയും മുമ്പിൽ എൻ്റെ കരുണയുടെ കരങ്ങൾ ഞാൻ വിരിച്ചു പിടിക്കും. ഇന്ന് ലോകം മുഴുവൻ്റെയും മുമ്പിൽ കർത്താവ് തൻ്റെ കരുണയുടെ കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് തുടർന്ന് ഈശോ പറയുകയാണ്, എൻ്റെ കരുണയുടെ വാതിലിലൂടെ അകത്ത് കടക്കാത്തവൻ നീതിയുടെ വാതിലിലൂടെ അകത്ത് കടക്കേണ്ടി വരും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 1931 മുതൽ 38 വരെയുള്ള വർഷങ്ങളിലാണ് വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറി കുറിപ്പ് എഴുതുന്നത്. ആ കാലഘട്ടത്തിൽ എഴുതിയ ഒരു വാക്കാണ് കരുണയുടെ വാതിൽ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിലും ഈ കരുണയുടെ വാതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നു, അവിടുന്ന് തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ വാതിൽ ലോകം മുഴുവൻ്റെയും മുമ്പിൽ തുറക്കപ്പെടും എന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ കർത്താവ് അരുളി ചെയ്തെങ്കിൽ നമുക്കറിയാം, കരുണയുടെ വിശുദ്ധ വർഷത്തിൽ അക്ഷരാർത്ഥത്തിൽ ലോകം മുഴുവൻ്റെയും മുമ്പിൽ ഈ കരുണയുടെ വാതിൽ തുറക്കപ്പെട്ടു. കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച തിരുസഭയുടെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് തിരുസഭാ മക്കളോട് വിളിച്ചു പറയുകയാണ്, ഇത് കരുണയുടെ സമയമാണ്. ദിസ് ഈസ് ദ എറാ ഓഫ് മേഴ്സി. ഇത് കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കാനുള്ള സമയമാണ്. ഇത് കർത്താവിൻ്റെ കരുണയിലേക്ക് കടന്നു വരാനുള്ള സമയമാണ്. ഇത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ വർഷം പലരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, എല്ലാ വർഷവും മാർപ്പാപ്പ ഓരോരോ ആരാധന സംവത്സരങ്ങൾ പ്രഖ്യാപിക്കും. അതുപോലെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വത്സരമാണ് കരുണയുടെ വത്സരം. എന്നാൽ കരുണയുടെ വത്സരത്തിൻ്റെ സമാപനത്തിൽ പരിശുദ്ധ പിതാവ് ദേവാലയത്തിൻ്റെ വിശുദ്ധ വാതിലുകൾ അടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഈ ദേവാലയത്തിൻ്റെ വാതിലുകൾ, ഈ വിശുദ്ധ വാതിൽ ഇപ്പോൾ അടയ്ക്കപ്പെടുന്നുവെങ്കിലും കരുണയുടെ യഥാർത്ഥ വാതിലായ ക്രിസ്തുവിൻ്റെ ഹൃദയം സദാ നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. കരുണയുടെ യഥാർത്ഥ വാതിലായ ക്രിസ്തുവിൻ്റെ ഹൃദയം സദാ നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. ഈ ഒരു വലിയ സത്യത്തെ ഈ കാലഘട്ടത്തിലെ മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ദൈവകരുണയുടെ ഛായാചിത്രം നൽകപ്പെട്ടത് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവകരുണയുടെ ഛായാചിത്രം നൽകപ്പെട്ടത് ലോകം ഉണ്ടായ കാലം മുതൽ ഏറ്റവും അധികം മാനവകുലം വലിയ വേദനയിലൂടെയും ഞെരുക്കത്തിലൂടെയും കടന്നുപോയ 1ഉം 2ഉം ലോകയുദ്ധങ്ങൾക്ക് ഇടയിലുള്ള കാലത്താണ് ദൈവകരുണയുടെ ഛായാചിത്രം നൽകപ്പെട്ടത്. ഈ കരുണയുടെ ഛായാചിത്രം നമ്മൾ അതിൽ ഒറിജിനൽ ഇമേജിലേക്ക് വിശുദ്ധ ഫൗസ്റ്റീന വരപ്പിച്ച യൂജിൻ കസിമ്രോസ്കി എന്ന് പറയുന്ന ചിത്രകാരനെ കൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനായും അവരുടെ ആത്മീയ പിതാവായ ഫാദർ മൈക്കിൾ സൊപ്പോസ്കോയും ചേർന്ന് വരപ്പിച്ച ഈ ദൈവകരുണയുടെ ഒറിജിനൽ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് തൻ്റെ തിരുവിലാവിൻ്റെ ആ ഭാഗത്ത് വസ്ത്രം ഒരു വശത്തേക്ക് ഇങ്ങനെ മാറ്റിപ്പിടിക്കുന്നതും അവിടെ നിന്നും 2 പ്രകാശരശ്മികൾ പുറത്തേക്ക് ബഹിർഗമിക്കുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ ചിത്രത്തിലൂടെ കർത്താവ് ദൈവജനത്തോട് ആവശ്യപ്പെടുന്നത് തൻ്റെ വിലാവിലെ മുറിവിലേക്ക് നോക്കാനാണ്. തൻ്റെ വിലാവിലെ മുറിവിലേക്ക് നോക്കാൻ, തൻ്റെ വിലാവിലെ മുറിവിൽ നോക്കിക്കൊണ്ട് തൻ്റെ തിരുഹൃദയത്തിൽ അഭയം തേടുവാനാണ് ദൈവം, കരുണ്യവാനായ കർത്താവ് ഈ കാലഘട്ടത്തിൽ
നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ കർത്താവിൻ്റെ കരുണയെ നിരന്തരം ധ്യാനിക്കാം. ദൈവ കരുണയുടെ ഛായാചിത്രത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ച് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ കയറിപ്പറ്റാൻ, അവിടുത്തെ തിരുവിലാവിലെ മുറിവിൽ അഭയം തേടാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ കർത്താവേ, അങ്ങയുടെ തിരുവിലാവിലെ മുറിവ് ഒരു കരുണയുടെ കടലാണല്ലോ. ആ കരുണയുടെ കടലിൽ എൻ്റെ ആത്മാവിനെയും അങ്ങ് സ്വീകരിക്കണമേ. ആമേൻ.